ഹായ് ഹലോ. ഇത് ഒരു വലിയ വ്ളോഗൊന്നുമല്ല, ഒരു ഷോർട്ട് വ്ളോഗാണ്. മാസത്തിൽ ഞാൻ ഒരു തവണ ഹോമിയോ ഹോസ്പിറ്റലിൽ പോവാറുണ്ട്. ആക്ച്വലി ഒരു 6 മാസമായിട്ട് ഞാൻ പോയിട്ടില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്തവണ പോകുമ്പോൾ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വ്ളോഗായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഫുട്ടേജ് ഞാൻ എടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ കാണുന്ന സമയത്താണെങ്കിലും എനിക്ക് രാജസ്ഥാനാണ് ഓർമ്മ വരുന്നത്. രാജസ്ഥാനിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ഈ ഒരു ക്ലൈമറ്റാണ്, മഞ്ഞ് മൂടി വെയിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചാണ് ഈ ഒരു യാത്ര ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. 7 മണിക്കാണ് ഇറങ്ങിയത്. ഒരു 7:45 കഴിഞ്ഞപ്പോൾ നമ്മൾ മാർത്താണ്ഡത്തെത്തി. എൻ്റെ പഴയ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്ന സമയത്ത് പോകുന്നൊരു ഹോട്ടലാണ് ചിത്ര ഹോട്ടൽ. പ്യോർ വെജിറ്റേറിയൻ ആണ്, അടിപൊളി ഫുഡാണ്. ഞാൻ ഈ ചിത്രയിൽ നിന്ന് വെജ് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വേറെ ഒരിടത്ത് ഒരു വെജ് ഫുഡും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാറില്ല. അത്ര അടിപൊളിയാണ് അവിടുത്തെ ഇഡലി സെറ്റും അതുപോലെ തന്നെ ആ ചട്നിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ വട പോലും മുറുമുറുമുറുവാന്നിരിക്കും, അത്ര നല്ല സോഫ്റ്റ് വടയും സോഫ്റ്റ് കുഷ്പു ഇഡലിയാണ്. ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഞാൻ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ ഞാൻ ഇനിഷ്യേറ്റ് എടുത്ത് പോകാറുണ്ടായിരുന്നു. പിന്നെ ഈ ടേബിളിൽ ഒരു 3 ടൈപ്പ് ചമ്മന്തിപ്പൊടി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് സാധാരണ ഇഡലിപ്പൊടി അല്ല കേട്ടോ, ഇതെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒന്നിൽ നെയ്യ് അല്ലെങ്കിൽ ഒരു തരം എണ്ണയാണ് അവർ വെച്ചിരിക്കുന്നത്. എന്തെണ്ണാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നെയ്യും കാണാറുണ്ട്. ഇതിപ്പോൾ നെയ്യാട്ടോ. പിന്നെ ഈ 2 ചമ്മന്തി ഉണ്ടാവും. പിന്നെ ഈ ഒരു ചമ്മന്തി, ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ചുമന്ന ചമ്മന്തി വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം ടേസ്റ്റ് ഉണ്ടാവല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷേ എനിക്കെന്തായാലും ഈ ഒരു ടേസ്റ്റിലൊന്നും എനിക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടേ ഇല്ല എന്നവരെ. പിന്നെ ഇവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പല വെജിറ്റേറിയൻ ഹോട്ടലും നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിച്ച് ഞാൻ ഫിനിഷ് ചെയ്തുകൊണ്ട് എൻ്റെ ഇല കണ്ടായിരുന്നോ, അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്തു. അപ്പോഴത്തേക്കും ബ്ലാക്ക് ടീയും അതുപോലെ തന്നെ ഇച്ചാൻ്റെ കടുപ്പമുള്ള ചായയും വന്നു. പിന്നെ ആ ടേബിളിൽ കണ്ട ചമ്മന്തിപ്പൊടിയൊക്കെ ഇതാ ഇവിടെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്തവണ ഈ ചമ്മന്തിപ്പൊടി എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇഡലിക്കുള്ള 2 ടൈപ്പ് ചമ്മന്തിപ്പൊടി എടുത്തു. ഫ്ലാക്സ് സീഡിൻ്റെ അതുപോലെ തന്നെ സെസമിയുടെ ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ എടുത്തത്. രാവിലെ എണീറ്റ് വന്നതിൻ്റെ ഒരു കോലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഫുഡൊക്കെ അടിച്ചപ്പോൾ ഒന്ന് ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ശാരദകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജ് കുലശേഖരത്താണ് ഞാൻ കാണിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരമൊക്കെ അടിപൊളിയാണ്, നല്ല മലയും നല്ല പ്രകൃതി രമണീയവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ്. ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത്. ഹോമിയോ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ പ്രശ്നം വേറൊന്നുമില്ല, എനിക്ക് PCODയുടെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ 2 ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ്. ഏകദേശം ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് വന്നു. വീട് പണിയും അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് എന്താ പറയണത്, എനിക്ക് ബ്രേക്കായി. അതൊരു വലിയ പ്രശ്നമാണ്. എനിക്ക് കഴിഞ്ഞ പീരീഡ്സിന് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ ഈച്ചേൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങി. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 കയ്യിൽ നിന്നും അത്യാവശ്യം ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട്, കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട്. സൂചി കണ്ട എനിക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് 1 മാസത്തേക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ്. ഓക്കെ, ബൈ.